നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഒരു സിവിലിയന് തോക്ക് ഉപയോഗിക്കാനുള്ള ലൈസൻസ് നൽകാനുള്ള അധികാരം ജില്ലാ കളക്ടർ എന്ന നിലയിൽ എനിക്കാണ് താനും. പക്ഷേ അതിനു മുമ്പ് ചില പ്രൊസീജിയേഴ്സ് ഉണ്ട്. അങ്ങനെ ഒരു ലൈസൻസ് നൽകുന്നതിനു മുമ്പ് അത് നൽകപ്പെടുന്ന വ്യക്തിയുടെ ക്രിമിനൽ പശ്ചാത്തലവും സാമൂഹ്യ സാഹചര്യവും മനസ്സിലാക്കാൻ ഒരു പോലീസ് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ഫയൽ പോലീസ് വെരിഫിക്കേഷന് വേണ്ടി അയക്കുകയാണ്. അവരുടെ റിപ്പോർട്ട് പ്രകാരം അത് അനുകൂലമാണെങ്കിൽ പ്രതീക്ഷയ്ക്ക് ഉറപ്പായിട്ടും തോക്ക് ഉപയോഗിക്കാനുള്ള ലൈസൻസ് കിട്ടും. താങ്ക് യു മാഡം. താങ്ക് യു സോ മച്ച്. വെൽക്കം. എന്നാലും ഇതിങ്ങനൊരു വള്ളിക്കെട്ടാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലെന്നു. നിന്റെ പറച്ചിൽ കേട്ടാ തോന്നും നീ ആദ്യമായിട്ട് ഗർഭിണിയാക്കുന്ന പെണ്ണ് ഇതാന്ന്. പോടാ. അതുപോലെയാണോ ഇത്? അതൊക്കെ ഞാൻ തന്ത്രത്തിൽ ആഘോഷം നടത്തി കാശും കൊടുത്ത് ഒഴിവാക്കി വിട്ട കേസല്ലേ? എന്നാ ഇത് ഡീൽ ചെയ്യാൻ നീ വേറെ വഴി കണ്ടെത്തേണ്ടി വരും പോരെ. എടാ, ഇത് കാശ് കൊടുത്താൽ ഒതുങ്ങുന്ന കേസല്ല. എന്ന് മാത്രമല്ല, വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തില്ലെങ്കിൽ വലിയ പ്രശ്നത്തിലേക്ക് ചെന്നെത്തുകയും ചെയ്യും. എടാ, അവള് സുമിതയുടെ അനിയത്തിയാ. അതൊരു വലിയ കാര്യം തന്നെയല്ലടാ. ഇതെങ്ങാനും പുറത്തറിഞ്ഞാൽ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ലോകമഹായുദ്ധമായി മാറാൻ അധിക സമയം വേണ്ടി വരത്തില്ല മോനെ നിതീഷേ. സുമിത ഇതറിഞ്ഞ വെറുതെ വിടുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? എടാ, ഈ പൊട്ടുന്ന സാധനങ്ങളുടെയൊക്കെ പുറത്ത് എഴുതി വെച്ചിരിക്കുന്ന ഒരു വാചകം നീ ശ്രദ്ധിച്ചിട്ടുണ്ട്? ഹാൻഡിൽ വിത്ത് കെയർ. അല്ല, അവളിപ്പോ എന്നാ നിന്നോട് പറയുന്നത്? ഗർഭം പുറത്തിറങ്ങുന്നതിന് മുമ്പ് ഞാൻ അവളെ കെട്ടണമെന്ന്. കെട്ടിലമ്മയുടെ പൂതി കൊള്ളാലോ. ചേച്ചിയെ പോലെ ഉയരത്ത് തറവാട്ടി വന്ന് മഹാറാണിയായിട്ട് വാഴാന്നായിരിക്കും വിചാരം. നിന്റെ അമ്മ ഇതൊന്നും അറിയുന്നു. അബോർഷൻ അല്ലാതെ ഇതിനൊരു പരിഹാരമില്ല. അവളാണെങ്കിൽ അതിന് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എന്നാ ചെയ്യാനാടാ? ഇതേ പൊതിഞ്ഞു കേട്ട് ലോക്കറിൽ ഒളിച്ചു വെക്കാൻ പറ്റിയ സാധനമൊന്നുമല്ല. മാസം ഒന്ന് കഴിയുമ്പം ഇങ്ങ വരും. വെറുതെ എന്നെ കൂടുതൽ ടെൻഷൻ ആക്കലേ ഞങ്ങളെ. എടാ, ഞാനൊരു യാഥാർത്ഥ്യം പറഞ്ഞെന്നേ ഉള്ളൂ. അവളെ പിണക്കാതെ പറഞ്ഞനുനയിപ്പിച്ച് ഒരു അബോർഷൻ നടത്തുകയല്ലാതെ വേറെ വഴിയില്ല മോനെ. ഓ, അവക്ക് നിന്നോട് അസ്ഥി പിടിച്ച പ്രേമമാണെന്നല്ലേ പറഞ്ഞത്? ആ വഴിക്കൊന്ന് ശ്രമിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.